റവ ലഡു ഉണ്ടാക്കാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും 2-3 ഏലക്കയും കൂടി ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് പൊടിക്കണ്ട, കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. എന്നുവെച്ചാൽ പഞ്ചസാര വലിയ കട്ടയാണെങ്കിൽ തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. ഈ റവ ഇപ്പോൾ വറക്കാൻ പോവാണ്. അതിന് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത അതേ നെയ്യിൽ തന്നെ വറക്കാൻ പോവാണ്. സിമ്മിൽ വെച്ച് വറക്കാം, എന്നാലും റവ അധികം പെട്ടെന്ന് കരിഞ്ഞ് പോകില്ല. നെയ്യ് നല്ലോണം ഒഴുകി. ഇത് 2 കപ്പ് റവയുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിൽ എടുക്കുന്നോ അതേ അളവിന് എല്ലാ കണക്കും എടുക്കുക. 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് പഞ്ചസാര, പകുതിക്ക് പകുതി. അപ്പോൾ അത് പാകമായിട്ടുണ്ടാവും. റവ നല്ലോണം വറക്കണം. റവ നല്ലോണം വറുത്ത് നല്ല മണം വരും. റവ നല്ലോണം മണം വരുമ്പോൾ പകുതി ഇപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങ ഇടാം. തേങ്ങയും റവയും കൂടി നല്ലപോലെ വറക്കണം. നല്ല വറുത്ത് 2ഉം കൂടി ഇങ്ങനെ നല്ലൊരു മണം വരും. അപ്പോൾ അത് റവയും നാളികേരവും നെയ്യും കൂടി നല്ലോണം വറുക്കും. നമ്മൾ നല്ലോണം വറുത്ത് മൂത്ത് വന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താക്കണം, ഗ്യാസ് ഓഫ് ആക്കണം. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് പഞ്ചസാര വറുത്ത് വെച്ചിട്ടില്ലേ, പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കയും കൂടി ഇതിനകത്തിട്ട് ഇളക്കണം. പഞ്ചസാര പൊടിച്ച് വെച്ചതും ഏലക്ക പഞ്ചസാരൻ്റെ അകത്തിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിഞ്ഞത് ഇതിൻ്റെ അകത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കണം. പക്ഷേ സ്റ്റൗവിൻ്റെ അകത്ത് ഇറക്കി വെക്കാൻ പാടില്ല. എന്നിട്ട് എന്നാലേ അത് മിക്സ് ആവുള്ളൂ നല്ലോണം. അപ്പോൾ ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലിടണം. ഇതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കിയിട്ട് ലേശം നെയ്യ് ചൂടാക്കിയിട്ട് അത് ഉരുണ്ട പിടിച്ചെടുക്കണം. നെയ്യ് ചൂടാക്കി ഉരുണ്ട പിടിക്കുമ്പോൾ നമുക്ക് നല്ല വട്ടത്തിൽ ലഡു നല്ല വട്ടത്തിൽ വരും. ഇതാണ് റവ ലഡുൻ്റെ. 1 ഗ്ലാസ് റവയാണ്. 2 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര, 1 ഗ്ലാസ് തേങ്ങ, അങ്ങനെ കണക്കിൽ എടുത്ത് ചെയ്യണം. അപ്പോൾ റവ നല്ല ഇതായിട്ട് ഇനിയിപ്പോൾ 1 സ്പൂൺ റവ നെയ്യ് ചൂടാക്കും. സ്റ്റൗ കത്തിച്ചിട്ടില്ല, ഈ പാത്രത്തിൽ തന്നെ ചൂടാക്കണം. ഈ ചൂടായ നെയ്യ് വെച്ച് നമ്മൾ ഈ റവ ലഡു പിടിക്കാം. ലഡു പിടിച്ചിട്ടോ. ചൂടുണ്ട്, നമുക്ക് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ പിടിക്കണം. നെയ്യിലുണ്ടാക്കുന്നതാണ്. നെയ്യ് ഉരുക്കി എല്ലാത്തിലും കൂടി കലക്കണ്ട, കുറച്ച് പരത്തിയിട്ട് ഇത് പാലിനും കൂടി ഉണ്ടാക്കും. പാലുണ്ടാക്കിയാൽ ടേസ്റ്റും ഉണ്ടാവും. പക്ഷേ അധിക ദിവസം നെയ്യിലാകുമ്പോൾ 1 മാസമൊക്കെ വെച്ചാൽ കേടുവരില്ല. അപ്പോൾ ഇതിങ്ങനെ നെയ്യിലാകുമ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇളം ചൂടുള്ളപ്പോൾ ഉരുണ്ട പിടിച്ച് ഇരിക്കുക. അപ്പോൾ നെയ്യ് റവ ലഡുവായി. പാൽ റവ ലഡു ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ റവ ലഡു കാണാം. ചൂടുണ്ട്, ചൂടൊന്ന് തണിയട്ടെ. പാലൊഴിച്ച് കുറച്ച് പാലൊഴിക്കാൻ പാടില്ല കേട്ടോ, അധികം ഒഴിക്കാൻ പാടില്ല. അധികം ഒഴിച്ചാൽ ഇത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം തിന്നിട്ട് വെച്ചാൽ 10 ദിവസമൊക്കെ വെച്ച് കഴിക്കാം. പാലൊഴിച്ചാൽ, നെയ്യ് ഒഴിച്ചാൽ 1 മാസം വെച്ച് കഴിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ചൂടോടുകൂടി ഉരുട്ടണം. ഇങ്ങനെ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ഉരുട്ടി ചൂടാറിയിട്ട് നല്ല ടൈറ്റായിട്ട് പിടിച്ചാൽ ഇങ്ങനെ ഉണ്ട പിടിച്ച് വയ്ക്കാം. എൻ്റെ നിലക്ക് 1 അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കാണുന്ന മാതിരി വെച്ചാൽ കാണാനൊരു ഭംഗിയുണ്ടാവും. നെയ്യാകുമ്പം ഇത് ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാലിലാകുമ്പോൾ ഉരുട്ടാൻ വേഗം കഴിയും.